നടനും ബി.ജെ.പി. നേതാവുമായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ 7 മണിക്ക് ജനുവരി 17-ന് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ ഹെലിപ്പാഡിൽ ഇറങ്ങും. പ്രധാനമന്ത്രിയെ ജില്ലാ ഭരണകൂടവും ബി.ജെ.പി. നേതാക്കളും സ്വീകരിക്കും. പ്രധാനമന്ത്രി എത്തുന്നതിന് 20 മിനിറ്റ് മുമ്പ് 2 അകമ്പടി ഹെലികോപ്റ്ററുകൾ ഹെലിപ്പാഡിൽ കവചമായി നിർത്തും. പിന്നാലെ പ്രധാനമന്ത്രി ഹെലിപ്പാഡിൽ ഇറങ്ങും. തുടർന്ന് ഗുരുവായൂർ ശ്രീവത്സം ഗസ്റ്റ് ഹൗസിലാണ് അദ്ദേഹത്തിന് വിശ്രമം. ഇവിടെ നിന്ന് ക്ഷേത്രത്തിലേക്ക് 7:40-നായിരിക്കും അദ്ദേഹം ദർശനത്തിനായി എത്തുക. 20 മിനിറ്റ് സമയം അദ്ദേഹം ദർശനം നടത്തും. തുടർന്ന് പ്രധാനമന്ത്രി താമര കൊണ്ട് തുലാഭാരം നടത്തുമെന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. രാവിലെ 8:45-നാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങ്. അതിനൊപ്പം തന്നെ മറ്റു 3 മണ്ഡപങ്ങളിലെ നവദമ്പതികൾക്ക് ആശംസ നേരും. പിന്നീട് അദ്ദേഹം തൃപ്രയാറിലേക്ക് പോകും. നാളെ 80 വിവാഹങ്ങളാണ് ഗുരുവായൂരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പ്രധാനമന്ത്രി ദർശനത്തിനായി എത്തുമ്പോൾ ഉദ്യോഗസ്ഥരും പാരമ്പര്യ പ്രവർത്തിക്കാരുമടക്കം 15 പേർക്ക് അകത്ത് നിൽക്കാൻ അനുവാദമുള്ളൂ. ദേവസ്വം ഭരണസമിതി അംഗങ്ങൾക്ക് കൊടിമരത്തിന് സമീപം നിൽക്കാം. സുരക്ഷാ നടപടികൾക്കായി 3000 പോലീസുകാരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ സമയത്ത് മറ്റു മണ്ഡപങ്ങളിൽ താലി കെട്ടുന്ന വധൂവരന്മാരും കൂടെയുള്ളവരും കോവിഡ് പരിശോധന നടത്തിയതിന്റെ സർട്ടിഫിക്കറ്റ് കൈമാറണം. പ്രധാനമന്ത്രിയുടെ വരവിനെ തുടർന്ന് ഗുരുവായൂരിൽ നടത്താനിരുന്ന മറ്റു വിവാഹങ്ങൾ മാറ്റിവെച്ചുവെന്ന പ്രചരണവും സമൂഹ മാധ്യമങ്ങളിൽ ശക്തമായിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ. 17-ാം തീയതി ഗുരുവായൂരിൽ നടത്താൻ നിശ്ചയിച്ച വിവാഹങ്ങളിൽ ഒന്നുപോലും മാറ്റിവെച്ചിട്ടില്ലെന്ന് അഡ്മിനിസ്ട്രേറ്റർ വ്യക്തമാക്കി. അന്നേ ദിവസം ക്ഷേത്രത്തിൽ നടക്കാനിരിക്കുന്ന ഒരു വിവാഹം പോലും മാറ്റിവെച്ചിട്ടില്ല. എന്നാൽ സുരക്ഷയുടെ ഭാഗമായി വിവാഹങ്ങളുടെ സമയത്തിൽ മാറ്റം വരുത്തിക്കൊണ്ടുള്ള ക്രമീകരണം മാത്രമാണ് നടത്തുകയെന്നും ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ കെ.പി. വിനയൻ പറഞ്ഞു. അതല്ലാതെ പ്രചരിക്കുന്നത് പോലെ ക്ഷേത്രത്തിൽ നടത്താനിരുന്ന ഒരു വിവാഹം പോലും മാറ്റിവെച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഗുരുവായൂരിൽ വിവാഹങ്ങൾ മാറ്റിവെച്ചെന്നും റദ്ദാക്കിയെന്നുമുള്ള അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. ഇത് സംബന്ധിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രചരണങ്ങളും ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ വിശദീകരണവുമായി രംഗത്തെത്തിയത്.